പണ്ട് രംഭൻ എന്ന അസുരന് മഹിഷിയിൽ ജനിച്ച മകനായിരുന്നു മഹിഷാസുരൻ. അതുകൊണ്ട് താൻ ആഗ്രഹിക്കുമ്പോൾ എരുമയുടെ രൂപം സ്വീകരിക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. അഹങ്കാരിയും ക്രൂരനുമായിരുന്ന മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം നേടി. ഒരു പുരുഷനോ ദേവനോ എന്നെ വധിക്കാൻ സാധിക്കരുത് എന്നതായിരുന്നു ആ വരം. ഈ വരം കിട്ടിയതോടെ അവന്റെ അഹങ്കാരം അതിരുവിട്ടു. 3 ലോകങ്ങളെയും അവൻ ഭീഷണിപ്പെടുത്തി. ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗലോകത്തിന്റെ അധികാരം പിടിച്ചടക്കി. ഇന്ദ്രനും മറ്റു ദേവന്മാരും സ്വർഗം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. സഹായത്തിനായി ദേവന്മാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പരമശിവനെയും സമീപിച്ചു. മഹിഷാസുരനെ കൊല്ലാനുള്ള വരം അവനില്ലാത്തത് ഒരു സ്ത്രീക്ക് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ ദേവന്മാരുടെയും ശക്തി ഒത്തുചേർന്ന ഒരു സ്ത്രീ രൂപത്തിന് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ത്രിമൂർത്തികളും മറ്റു ദേവന്മാരും തങ്ങളുടെ ശക്തി ഒരുമിപ്പിച്ച് ഒരു ദിവ്യരൂപം സൃഷ്ടിച്ചു. എല്ലാ ദേവന്മാരുടെയും കോപവും ശക്തിയും ഒരു തീജ്വാലയായി മാറി. അതിൽ നിന്ന് അതിശയിപ്പിക്കുന്ന സൗന്ദര്യവും വീര്യവുമുള്ള ദുർഗാദേവി അവതരിച്ചു. ശിവൻ തൻ്റെ ശൂലവും, വിഷ്ണു സുദർശന ചക്രവും, ഇന്ദ്രൻ വജ്രായുധവും, വരുണൻ ശംഖും, അഗ്നി ശക്തിയും, യമൻ ദണ്ഡവും, വായു ധനുസ്സും, സൂര്യൻ ശോഭയും, കാലൻ പരിചയും വാളും, വിശ്വകർമാവ് കോടാലിയും, മറ്റ് ദേവന്മാർ ഓരോ ആയുധവും ദേവിക്ക് നൽകി. സിംഹത്തിന്റെ പുറത്തേറിയും കൈകളിൽ ആയുധങ്ങളുമായി ശക്തമായ അലർച്ചയോടെ ദേവി മഹിഷാസുരനുമായി ഏറ്റുമുട്ടി. മഹിഷാസുരൻ തന്റെ മായവിദ്യ കൊണ്ട് പല രൂപങ്ങൾ മാറി മാറി ദേവിയെ ആക്രമിച്ചു. ഒരു ഘട്ടത്തിൽ അവൻ ഭീകരമായൊരു പോത്തിന്റെ രൂപം സ്വീകരിച്ച് ദേവിയെ നേരിട്ടു. ഘോരമായ യുദ്ധം 10 ദിവസങ്ങളോളം നീണ്ടുനിന്നു. യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും ദേവി അസുരന്റെ മായാപ്രയോഗങ്ങളെ അതിജീവിച്ചു. ഒടുവിൽ ദേവി സിംഹത്തെ കൊണ്ട് മഹിഷാസുരനെ ആക്രമിക്കുകയും ശൂലം അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കുകയും ചെയ്തു. ആ നിമിഷം അവന്റെ പോത്തിന്റെ രൂപം മാറി ഒരു പുരുഷ രൂപം ഉയർന്നു വന്നു. എന്നാൽ തല പൂർണ്ണമായും പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ദേവി തന്റെ വാൾ കൊണ്ട് അവന്റെ കഴുത്തറുത്തു. മഹിഷാസുരന്റെ അന്ത്യം കുറിച്ചു. മഹിഷാസുരന്റെ വധത്തോടെ ദേവന്മാരും ലോകവും ദുരന്തത്തിൽ നിന്ന് മോചിതരായി. തിന്മയുടെ മേൽ നന്മ നേടിയ ഈ വിജയം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടാടുന്നു. ഈ കഥ ധർമ്മത്തെ രക്ഷിക്കാൻ സ്ത്രീ ശക്തിക്ക് കഴിയുമെന്നും അഹങ്കാരവും ദുഷ്ടതയും ഒടുവിൽ നശിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ദുർഗാദേവിക്ക് മഹിഷാസുര മർദിനി എന്ന പേരും ഇതിലൂടെ ലഭിച്ചു.